സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അനുമതി. എക്സൈസ് വകുപ്പിന്റെ കീഴിലാണ് പുതിയ സംവിധാനം. ഇതിനായി 367 തസ്തികകൾ പുനർവിന്യസിച്ചു. 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകി. അനന്തൻ ചേരുന്നുണ്ട്. അനന്തൻ, ലഹരിയുടെയൊക്കെ വേറെടുക്കാനും പുതിയ അന്വേഷണ രീതിയൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറെനാളത്തെ ആവശ്യം കൂടിയാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നത്. അതിലെ നടത്തിപ്പിലേക്ക് ഇപ്പോൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ചുമതലകളൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്? പ്രജീഷ്, സംസ്ഥാനത്ത് ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. എക്സൈസ് വകുപ്പിന് കീഴിൽ പുതിയൊരു എൻഫോഴ്സ്മെൻറ്റ് വിങ്ങിനെ കൂടി രൂപീകരിച്ചു. സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന പുതിയ വിഭാഗത്തെയാണ് അനുമതി നൽകിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. എക്സൈസ് വകുപ്പിന് കീഴിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുക. നിലവിൽ എക്സൈസ് വകുപ്പ് തന്നെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റും എല്ലാം ഒരുമിച്ച് നടക്കുകയാണ്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണറാണ് ഇതിൻ്റെയും തലപ്പത്ത് ഉണ്ടാവുക. എക്സൈസ് ഡയറക്ടറേറ്റിൽ തന്നെയാണ് ഈ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനവും പ്രവർത്തിക്കുക. ഇതിനായിട്ട് കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചിട്ടില്ല. പകരം അധിക ചുമതലകൾ നൽകിയും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകി. അതുപോലെ തന്നെ 389 തസ്തികകൾ ഇതിനായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുനർവിന്യാസം അടക്കമുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഈ സംവിധാനത്തെ തയ്യാറാക്കുന്നത്. പുനർവിന്യാസം എന്ന് പറയുമ്പോൾ ഈ പുതിയ തസ്തിക സൃഷ്ടിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ നിലവിൽ തന്നെ ആൾക്ഷാമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും 367 തസ്തികകൾ പുനർവിന്യസിക്കുകയും 22 തസ്തികകൾക്ക് അധിക ചുമതലകൾ നൽകുകയും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇതിനകത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പുതിയ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വേണ്ടി. അതിപ്പോൾ സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടക്കമുള്ള സ്പെഷ്യൽ സ്ക്വാഡുകളിലെ ഉദ്യോഗസ്ഥരെ ഇതിനുവേണ്ടി വിനിയോഗിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിനകത്ത് കുറച്ചുകൂടി ശാസ്ത്രീയമായ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. സൈബർ സുരക്ഷ, എത്തിക്കൽ ഹാക്കിംഗ്, ഡിജിറ്റൽ ഫോറൻസിക്, ഡാറ്റ അനാലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. IT വിദഗ്ധർ, അക്കാഡമിക് വിദഗ്ധർ, വിദ്യാർത്ഥികൾ, വിരമിച്ച ഉദ്യോഗസ്ഥർ എന്നിവരുടെ സ്ക്വാഡുകൾ ഇതിനുവേണ്ടി രൂപീകരിക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അത് ഈ മയക്കുമരുന്ന് സംബന്ധമായ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനാണ്. മാത്രമല്ല, കുറ്റകൃത്യ പ്രവണതകളുടെ പഠനവും ശക്തിപ്പെടുത്തും. സൈബർ ഇൻ്റലിജൻസ് ആൻഡ് സൈബർ ഓപ്പറേഷൻസ് വിങ് അത് സൈബർ നിരീക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലേക്ക് മയക്കുമരുന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകൾ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ലഹരി വിൽപ്പന സംബന്ധിച്ചുള്ള രഹസ്യ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഈ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോയുടെ അതിൻ്റെ ഒരു ശൈലിയിൽ തന്നെയായിരിക്കും പുതിയ സംവിധാനം. ഇത് എൻഫോഴ്സ്മെൻറ്റിന് മാത്രം വേണ്ടി ഉള്ള സംവിധാനമാണ്. അപ്പോൾ കൂടുതൽ കാര്യക്ഷമമായി ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടും അബ്കാരി ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഉത്തരവ് അല്പസമയത്തിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണറാണ് ഈ പുതിയ സംവിധാനത്തിൻ്റെയും തലവൻ. പ്രതീക്ഷ ശരി. ആനന്ദകൃഷ്ണനാണ് വിവരം നൽകിയത്. അപ്പോൾ സ്റ്റേറ്റിന് മാത്രമായി സ്റ്റേറ്റിന് വേണ്ടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ അനുമതി വന്നിരിക്കുകയാണ്.